പട്ടികജാതിക്കാർക്ക് പണം കൊടുക്കുമ്പോൾ അഴിമതിക്ക് വഴിയൊരുക്കുന്നു എന്ന വായിൽ വരുന്നത് ശ്രേണീബദ്ധമായ മനസ്സിപ്പോഴും ഉള്ളതുകൊണ്ടാണ്. സ്ത്രീകൾക്ക് വെറുതെ പണം കൊടുക്കരുത് എന്ന് പറയുന്നത് നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയെ പുകഴ്ത്താനും അയാളെ വെച്ച സിനിമയെടുക്കാനും മനസ്സുള്ളത് കൂടിയാണ്. ചാല മാർക്കറ്റിലെ തൊഴിലാളികളുടെ ആസ്വാദന നിലവാരം തീരുമാനിക്കുന്നത് ഉള്ളിലെ അധികാരബോധമാണ്. സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണായ ഗായിക പ്രതിഷേധിക്കുന്നത് പബ്ലിസിറ്റിക്കാണെന്ന് പറയുന്നത് മറ്റു മനുഷ്യരുടെ കഴിവ് തന്നോളമില്ലെന്ന് കരുതുന്നതുകൊണ്ടാണ്. സിനിമയെടുക്കാൻ 1.5 കോടി വെറുതെ കൊടുക്കുന്നതല്ല എന്നും നിർമ്മാതാക്കൾ KSFDC ആണെന്നും അറിയാതിരിക്കാൻ അജ്ഞനല്ല അടൂർ. എത്രയെത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്രയെത്ര കതിരുകൾക്ക് വിത്തെറിഞ്ഞ കേരളമെന്ന് 6 വർഷം മുൻപ് പുഷ്പവതി പാടിയത് വെറുതെയല്ല, ജീവിതത്തിൽ നിന്നാണ്. ഇന്നലെ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചത് പുഷ്പവതി ഒറ്റയ്ക്കായിരുന്നില്ല, പിന്നിൽ ഒരുപാട് തലമുറകളുണ്ടായിരുന്നു. അവരുടെ ചരിത്രം അറിയുന്നത് കൊണ്ടാണ് ആരുടെ വിവരക്കേട് എന്നതാണ് ചോദ്യം.